കുറച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പറയാനൊരു ദിവസം കിട്ടി കേട്ടോ ഇന്ന്. കൃഷ്ണനെ കാണാൻ പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണനെ പോയി കണ്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനമോ. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ കുളിച്ചൊരുങ്ങി പോയി കേട്ടോ. തൊഴുതിട്ട് ഇറങ്ങി കുറച്ച് നേരം കൂടി ഇരുന്നപ്പോഴത്തേന് ചന്ദനം വെക്കാനായിട്ട് ഇവളുമാരും ഇവന്മാരോട് ഭയങ്കര തിരക്ക് കേട്ടോ. ഒന്നും മാറിയിട്ട് ഞാൻ വെക്കട്ടെ എന്ന് അവൻ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവിടെ കുറച്ചേരം ഇരുന്നപ്പോൾ ഈ ചുണ്ടാമണി വന്ന് നോക്കുക കേട്ടോ. ഈ ചേച്ചി എന്താ ഈ ചെയ്യുന്നേ, വീഡിയോ എടുക്കുവാണോ, എന്നാൽ പിന്നെ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേന്നുള്ള മട്ടിൽ എൻ്റെ അടുത്തിരുന്നങ്ങ് കറങ്ങുക കേട്ടോ. ഞാനങ്ങനെ 2 പൂവ് ഇട്ട് കൊടുത്തു കേട്ടോ അടുത്തോട്ട്. പക്ഷെ അടുത്തോട്ട് വന്നിട്ട് അവളങ്ങ് പോയി, പേടിച്ച് പോയാണ് കേട്ടോ. അവൾ അവിടുത്തെ ബോഡി ഗാർഡോ അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുന്നത് നോട്ടക്കാരിയൊക്കെ കേട്ടോ, അവിടുത്തെ കാര്യസ്ഥനെങ്ങാണ്ട് അവൾ അവിടെ കിടന്ന് നോക്കിയിട്ട് അവളങ്ങ് പോയി കേട്ടോ. ഇതാട്ടോ കൃഷ്ണൻ്റെ അമ്പലം മലയങ്കീഴ കേട്ടോ. പിന്നെ അർച്ചനയെ കഴിപ്പിച്ച് അവിടുന്ന് ഇറങ്ങി ഞാൻ. പിന്നെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മസ്റ്റാണ് മസാല ദോശയോ ഗീ റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം. നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി തന്നെ കഴിക്കണം കേട്ടോ. ഞാനങ്ങനെ ഗീ റോസ്റ്റും പറഞ്ഞ് ഒരു കോഫി ഓർഡർ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ആലോചിച്ചിരിക്കുന്ന ഇരിപ്പാണ്, ഇതെപ്പം വരും, വന്നിട്ട് കഴിക്കണ്ടേ, ആ ഒരു ഇരിപ്പായിട്ട്. എന്തായാലും വന്ന് സാധനം കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ നല്ല ഗീ റോസ്റ്റും സാമ്പാറും ചമ്മന്തിയും കോഫിയായിട്ടൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരം കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇനി പോകുമ്പോൾ എന്തോ വാങ്ങിച്ചുകൊണ്ട് പോകണം. അങ്ങനെ വാപ്പയെ വിളിച്ചപ്പോൾ വാപ്പ പറഞ്ഞ് ഇന്ന് ഇത്തിരി ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. മീൻ കഴിച്ച് കഴിച്ച് മടുത്തെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ബീഫ് കഴിക്കത്തില്ല കേട്ടോ, എനിക്ക് അലർജി ഉണ്ട്. അങ്ങനെ അലർജിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും അവർ പറഞ്ഞ ആഗ്രഹമല്ലേ അതങ്ങ് സാധിച്ചു കൊടുക്കാം, പിള്ളേരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ബീഫ് മേടിക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറേ വർത്തമാനം പറയാം കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണ്, ഇങ്ങനെ നടന്നാൽ മതി, 2025 കഴിയാറായി, ജീവിതം ദാ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ട് പിന്നെ ഫുഡിനെ പറ്റി നല്ല വർത്തമാനം, പിന്നെ കുറച്ച് നുണയും കുതിയും കാര്യങ്ങളൊക്കെ കുറേ നേരം പറഞ്ഞു കേട്ടോ. അപ്പോൾ കടയിലുള്ളൊരു ചേട്ടൻ എന്നെ തന്നെ നോക്കുക കേട്ടോ, കഴിക്കാൻ വന്നത്. പിന്നെ ഒരു മാമനും കൂടി, ഇവൾ ഈ പെണ്ണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, കഴിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ഇതൊക്കെ എവിടുന്ന് വരുന്നു, ആ ഒരു മട്ടിലാട്ടോ പുള്ളി നോക്കുന്നത്. അത് കഴിഞ്ഞ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ബീഫും വാങ്ങിച്ച് വീടെത്തി കേട്ടോ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈ, സീ യു.